ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 7-ാം ദിവസം നാം ധ്യാനിക്കുന്നത് സൗഹൃദം എന്ന വിഷയമാണ്. സദൃശവാക്യം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഒരു സ്നേഹിതനിൽ നിന്ന് സഹോദരനിലേക്കുള്ള യാത്രയാകട്ടെ ഈ നോമ്പുകാലം. ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പി. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന നാളുകളാകട്ടെ ഈ നോമ്പുകാലം. സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 3ആയി തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ കൂട്ടരാണ് എക്സ്ട്രോവേർട്സ്. എല്ലാവരുമായി പെട്ടെന്ന് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ഈ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ ഇൻട്രോവേർട്സ്. അവർ വളരെ കുറച്ച് ബന്ധങ്ങൾ മാത്രം സൂക്ഷിക്കുന്നവർ, എന്നാൽ ഉള്ള സൗഹൃദങ്ങൾ ആഴത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഈ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടരാണ് ആംബിവേർട്സ്. എക്സ്ട്രോവേർട്ടിൻ്റെയും ഇൻട്രോവേർട്സിൻ്റെയും പകുതി സ്വഭാവങ്ങൾ ഉള്ളവരാണ് ഈ കൂട്ടർ. മറ്റുള്ളവരുമായി അനായാസം ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അതോടൊപ്പം അവരിൽ നിന്ന് അനായാസം അകന്നു നിൽക്കുവാനും കഴിയുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. ഈ നാളുകളിൽ ടോക്സിക് റിലേഷൻഷിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. സൗഹൃദങ്ങൾ നമ്മെ അടിമകളാക്കി മാറ്റരുത്. വൈകാരികമായി ഓവർ ഡിപ്പെൻഡൻ്റ് ആകുന്നത് സൗഹൃദങ്ങളുടെ ഹൃദ്യത നഷ്ടപ്പെടുന്നതിന് മുഖാന്തരമാകും. ഈ നോമ്പുകാലങ്ങളിൽ ശരിയായ സൗഹൃദങ്ങൾ നിലനിർത്തുവാൻ 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, സൗഹൃദങ്ങളിൽ ശരിയായ മൂല്യങ്ങൾ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. 2, സൗഹൃദങ്ങളിൽ ശരിയായ അതിരുകൾ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. 3, അറ്റുപോയ സൗഹൃദങ്ങളെ കൂട്ടിച്ചേർക്കുവാനും പുനഃസ്ഥാപിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ബന്ധങ്ങളിലെ സാഹോദര്യങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ശരിയായ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുവാനുമുള്ള ശക്തി കർത്താവ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ സൗഹൃദങ്ങൾ മൂല്യബോധവും സ്നേഹവും ആർദ്രതയും കരുതലും കരുണയും നിറഞ്ഞതായി തീരുവാൻ ഈ നോമ്പുകാലം നമുക്കേവർക്കും കഴിയുമാറാകട്ടെ. ആമേൻ.